എല്ലാവർക്കും വിനീതമായ പ്രണാമം. വിതുരനീതിയിലെ 68ാമത്തെ ശ്ലോകം വരെയായിരുന്നു നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്. ഇനിയും 69ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സത്യം, ദാനം, മടിയില്ലായ്മ, അസൂയ ഇല്ലായ്മ, ക്ഷമ, സ്ഥിര ഉത്സാഹം, ഈ 6 ഗുണങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതെ കണ്ട് ഒരാൾ സൂക്ഷിക്കേണ്ടുന്നതാണ്. അതുപോലെ പറയുകയാണ് 6 വലിയ സമ്പാദ്യങ്ങൾ എന്തൊക്കെയാണെന്ന്. മനുഷ്യന് സ്ഥിരമായ ഒരു വരുമാനം ഉണ്ടായിരിക്കണം. അതുപോലെ രോഗമില്ലാതെ കണ്ടിരിക്കുക, പ്രിയപ്പെട്ടവളും പ്രിയമായി സംസാരിക്കുന്നവളുമായ ഭാര്യ, അതുപോലെ അനുസരണയുള്ള പുത്രൻ, ഫലപ്രദമായ വിദ്യ എന്നിവയാണ് ഈ ലോകത്തിലെ 6 സുഖങ്ങൾ. വിദ്യയുണ്ട് നമ്മുടെ കയ്യിൽ, പക്ഷേ അത് പ്രയോഗതലത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ വിദ്യ കൊണ്ട് പ്രയോജനമില്ല. അതുപോലെ സന്താനങ്ങളുണ്ട്, പക്ഷേ അവരനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ? ഭാര്യയുണ്ട്, എപ്പോഴും കൊള്ളിവാക്ക് മാത്രം പറയുന്നവളാണെന്നുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാകുമോ? അതുപോലെ രോഗവും വരുമാനമില്ലായ്മയും ഇതൊക്കെ മനുഷ്യനെ എപ്പോഴും ദുഃഖിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഈ മേൽപ്പറഞ്ഞ 6 മനുഷ്യന് സുഖത്തെ തരുന്നതാണ് എന്നാണ് വിതുരനീതി പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ആരാണോ ഇവയെ ജയിക്കുന്നത് അവർ ഇന്ദ്രിയങ്ങളുടെ മേൽ വിജയം നേടുകയാണ്. പിന്നീട് പാപങ്ങൾ അവരനുഷ്ഠിക്കുന്നില്ല, അവർക്ക് ആപത്ത് വരുന്നുമില്ല. കള്ളന്മാർ അശ്രദ്ധയുള്ളവരെ അപേക്ഷിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. കാരണം അശ്രദ്ധയുള്ളവൻ്റെ മുതലാണ് കള്ളന്മാർ കൊണ്ടുപോകുന്നത് എന്ന് സാരം. അതുപോലെ ചികിത്സിക്കുന്നവർ രോഗികളെ ആശ്രയിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. സ്ത്രീകളെ കാമിക്കുന്ന പുരുഷന്മാരെ ആശ്രയിച്ചിട്ട് അവർ ജീവിക്കുന്നു. ഈ പുരോഹിതന്മാരാണെങ്കിൽ ആരാണോ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യിക്കുന്നത് ആ യജമാനന്മാരെ ആശ്രയിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. രാജാവ് എപ്പോഴും കലഹിക്കുന്നവരെ ആശ്രയിച്ചിട്ട് ജീവിക്കുന്നു. പണ്ഡിതന്മാർ മൂഢന്മാരെ ആശ്രയിച്ചിട്ട് ജീവിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരെ ആശ്രയിച്ചിട്ടാണ് അവരുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. പശുക്കൾ, സേവ, കൃഷി, ഭാര്യ, വിദ്യ, ശൂദ്രൻ്റെ സമ്പത്ത് എന്നീ 6 എണ്ണത്തിനെ കുറച്ചു നേരത്തേക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും അവ നശിക്കും. അറിവ് നേടിക്കഴിഞ്ഞ ശിഷ്യന്മാർ ആചാര്യനെ ഉപേക്ഷിക്കും. വിവാഹിതൻ അമ്മയെ ഉപേക്ഷിക്കും. കാമസാഫല്യം ലഭിച്ചു കഴിഞ്ഞാൽ പുരുഷൻ സ്ത്രീയെ ഉപേക്ഷിക്കും. കാര്യം സാധിച്ചു കഴിഞ്ഞവൻ സഹായിച്ചവനെ ഉപേക്ഷിക്കും. നദി കടന്നവർ തോണിയെയും ഉപേക്ഷിക്കും. രോഗികൾ അവരുടെ രോഗം ഭേദമായാൽ വൈദ്യനെയും ഉപേക്ഷിക്കും. ഈ 6 പേരും തങ്ങളെ നേരത്തെ സഹായിച്ചിട്ടുള്ള 6 പേരെ അവഗണിക്കുന്നവരാണ്. മനുഷ്യന് ലോകത്തിൽ സുഖം തരുന്നതായ 6 കൂട്ടം കാര്യങ്ങൾ തുടർന്ന് പറയുക. ആരോഗ്യം ഉണ്ടായിരിക്കുക, കടമില്ലാതെ കണ്ടിരിക്കണം, അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഭഗവാനെ. ദീർഘയാത്ര ചെയ്യാതിരിക്കുക, സജ്ജനങ്ങളുമായുള്ള സഹവാസം എപ്പോഴും ഉണ്ടായിരിക്കണം, സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കണം, ഭീതി കൂടാതെയുള്ള ജീവിതം. ഈ 6 കാര്യങ്ങളാണ് ലോകത്തിൽ മനുഷ്യർക്ക് സുഖം തരുന്നത്. അതുപോലെ അസൂയാലു, വെറുപ്പുള്ളവൻ, തൃപ്തിയില്ലാത്തവൻ, മുൻശുണ്ടിക്കാരൻ, സദാ സംശയിക്കുന്നവൻ, അന്യരുടെ സമ്പത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നവൻ എന്നീ 6 പേര് സദാ ദുഃഖമനുഭവിക്കുന്നവരാണ്. ഇനിയും 74ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു രാജാവിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. 1 സ്ത്രീ, അതുപോലെ ചൂത്, നായാട്ട്, മദ്യപാനം, പരുഷമായ ഭാഷണം, ക്രൂരമായ ശിക്ഷാവിധി, സമ്പത്തിൻ്റെ ദുർവിനിയോഗം എന്നിവ ആ രാജാവിനെ നശിപ്പിക്കും. ഇത് നേരത്തെയും ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യുന്നവരെയും ബ്രഹ്മജ്ഞന്മാരെയും വെറുക്കുക, അവരെ എതിർക്കുക, അതുപോലെ ഭഗവാന്റെ സ്വത്തുക്കൾ കൈക്കലാക്കുക, സജ്ജനങ്ങളെ നിന്ദിക്കുക, അവരെ ഉപദ്രവിക്കുക. അതുപോലെ ഇനിയും വേറെ ആരെങ്കിലും സജ്ജനങ്ങളെ നിന്ദിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുക, ആരെങ്കിലും അവരെക്കുറിച്ച് നല്ല പറയുമ്പോൾ അതിൽ സന്തോഷം കൊള്ളാതെ കണ്ടിരിക്കുക, അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സജ്ജനങ്ങളെ പങ്കെടുപ്പിക്കാതെ കണ്ടിരിക്കുക, സജ്ജനങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് ചെയ്യാതെ കണ്ടിരിക്കുക, അവരോട് ദേഷ്യപ്പെടുക, ഇതെല്ലാം നാശത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്, ചെയ്യരുത് എന്നാണ്
ഈ 77-ാമത്തെ ശ്ലോകം കൊണ്ട് പറയുന്നത്. ഇനിയും സന്തോഷത്തെ തരുന്ന 8 കൂട്ടം കാര്യങ്ങൾ വീണ്ടും പറയുക. ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആചരിക്കണം എന്നുള്ളതാണ്. മിത്രങ്ങളുമായുള്ള സമാഗമം, ശ്രേഷ്ഠമായ രീതിയിൽ ധനം സമ്പാദിക്കുക, പുത്രനെ ആശ്ലേഷിക്കുക, മൈഥുനാന്തരത്തിൽ ഒരുമിച്ച് തളർന്നു വീഴുക, യോജിച്ച സമയത്ത് പ്രിയപ്പെട്ടവരുമായി സല്ലപിക്കുക, സ്വസമൂഹത്തിൽ ഉയർച്ചയുണ്ടാകുക, നേടുവാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ ലഭിക്കുക, ജനസമൂഹത്തിൽ ബഹുമാനം കിട്ടുക. ഈ 8 കൂട്ടം കാര്യങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതാണ്. അതുപോലെ ബുദ്ധിശക്തി, നല്ല കുലത്തിലുള്ള ജനനം, ആത്മനിയന്ത്രണം, അറിവ്, പരാക്രമം, അധികം സംസാരിക്കാതിരിക്കുക, യഥാശക്തി ദാനം, കൃതജ്ഞത എന്നീ 8 ഗുണങ്ങൾ ഒരാൾക്ക് ശോഭയേകുന്നു. 9 വാതിലുകൾ, 3 തൂണുകൾ, 5 സാക്ഷികൾ, ഇവയ്ക്കെല്ലാം അധ്യക്ഷനായി ജീവാത്മാവും ഇരിക്കുന്നു. അങ്ങനെയുള്ള ഈ ശരീരത്തെയും അതിൽ ഇരിക്കുന്നതായ ജീവാത്മാവിനെയും കുറിച്ച് ആരാണോ അറിയുന്നത് അവനാണ് ജ്ഞാനി. തുടർന്ന് പറയുന്നു, ലഹരി ബാധിച്ച് ബോധം നഷ്ടപ്പെട്ടവൻ, അശ്രദ്ധയുള്ളവൻ, ഭ്രാന്തൻ, ക്ഷീണം ബാധിച്ചവൻ, ക്രുദ്ധൻ, വിശപ്പ് ബാധിച്ചവൻ, തിരക്കുള്ളവൻ, ഭീതിയുള്ളവൻ, ലോഭമുള്ളവൻ, കാമമുള്ളവൻ, ഈ 10 പേർക്കും ധർമ്മബോധം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ബുദ്ധിമാന്മാർ ഇവരുമായുള്ള സഹവാസം ഉപേക്ഷിക്കേണ്ടുന്നതാണ്. അസുര ചക്രവർത്തിയായിരുന്ന പ്രഹ്ലാദനോട് സുധന്വാൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ നൽകിയ ഉപദേശം ആണ് ഈ അധാർമികന്മാരായിരിക്കുന്ന ഈ 10 പേരുമായിട്ടുള്ളതായ സഹവാസം ഉപേക്ഷിക്കണം എന്നത്. തുടർന്ന് പറയുന്നത്, കാമം, ക്രോധം എന്നിവയെ ഉപേക്ഷിച്ചവനും അർഹരായവർക്ക് ധനം നൽകുന്നവനും വിവേകശാലിയും അറിവുള്ളവനും വേഗം കാര്യങ്ങൾ ചെയ്യുന്നവനുമായ രാജാവിനെ ജനങ്ങളെല്ലാം പ്രമാണമായി അംഗീകരിക്കുന്നു. അന്യർക്ക് തന്നെക്കുറിച്ച് വിശ്വാസം ഉളവാക്കുവാൻ കഴിയുന്നവയും തെറ്റ് ചെയ്തവരാണെന്ന് തെളിഞ്ഞ് കഴിഞ്ഞാൽ അപരാധികളെ ശിക്ഷിക്കുന്നവനും നൽകേണ്ട ശിക്ഷയുടെ തോത് അറിയുന്നവനും ദയ അർഹിക്കുന്നവരുടെ ദയ കാണിക്കുന്നവനുമായ രാജാവിനെ അതിയായ ഐശ്വര്യം വന്നു ചേരുന്നു. പ്രജകളെല്ലാം ആ രാജാവിനെ ഇഷ്ടപ്പെടുന്നു. ദുർബലനായ ശത്രുവിനെപ്പോലും നിസ്സാരനായി കാണാത്തവനും ശത്രുവിനെ ബുദ്ധിപൂർവ്വം നേരിടുന്നവനും തന്നേക്കാൾ ബലമുള്ളവരോട് ശത്രുത നിലനിർത്താൻ ഇഷ്ടപ്പെടാത്തവനും അനുയോജ്യമായ കാലത്തു മാത്രം ആക്രമിക്കുന്നവനുമാണ് ധീരൻ. ആപത്ത് നേരിടുമ്പോൾ ദുഃഖിക്കാത്തവനും ജാഗരൂകനായി പ്രയത്നിക്കുന്നവനും ദുഃഖം വന്നു ചേരുമ്പോൾ അതിനെ ക്ഷമയോടെ സഹിക്കുന്നവനും ആത്മനിയന്ത്രണമുള്ളവനുമായ രാജാവ് തൻ്റെ ശത്രുക്കളെയെല്ലാം വിജയിക്കുന്നു. അയാൾ അവരുടെ ഇടയിൽ പ്രമുഖനുമായിത്തീരുന്നു. വ്യർത്ഥമായി വീട്ടിൽ നിന്ന് മാറി താമസിക്കാത്തവനും പാപികളുമായി സന്ധി ചെയ്യാത്തവനും അന്യൻ്റെ ഭാര്യയെ അവഹേളിക്കാത്തവനും അഹങ്കാരം, മോഷണം, കൃതജ്ഞത, മദ്യപാനം എന്നീ ശീലങ്ങളില്ലാത്തവനുമായവൻ സദാ സുഖമനുഭവിക്കുന്നു. ക്രുദ്ധനായിട്ട് പുരുഷാർത്ഥങ്ങളെ നേടാൻ തുടങ്ങാത്തവനും ചോദിച്ചാൽ സത്യം മാത്രം പറയുന്നവനും മിത്രങ്ങൾക്ക് വേണ്ടിപ്പോലും കലഹിക്കാത്തവനും അനാദരിക്കപ്പെടുമ്പോൾ ദേഷ്യപ്പെടാത്തവനുമായ വ്യക്തി ബുദ്ധിമാനാണ്, ജ്ഞാനിയാണ്. ഇപ്പോൾ നമ്മൾ 90 വരെയുള്ളതായ ശ്ലോകങ്ങളാണ് പറഞ്ഞത്. ബാക്കി നമുക്ക് ശേഷം നോക്കാം. ഹരിയം.